ഓക്കെ ഗൈസ്, അപ്പോൾ റെഡ് ബുള്ളിന് വീണ്ടും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 വരെ റെഡ് ബുള്ളിൻ്റെ സ്പോർട്ടിംഗ് അഡ്വൈസർ ആയിരുന്ന ഹെൽമറ്റ് മാർക്കോ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. റെഡ് ബുള്ളിന് ഫീൽഡ് ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ മാത്രം കരുത്തുള്ളൊരു ടീമാണ്. അവരുടെ സ്പെസിഫിക്കേഷൻ ആണെങ്കിലും എഞ്ചിൻ ആണെങ്കിലും പവർ യൂണിറ്റിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ എയറോഡൈനാമിക്സിൻ്റെ കേസിലാണെങ്കിലും റെഡ് ബുൾ ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്നാണ് ഹെൽമറ്റ് മാർക്കോ പറയുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് അങ്ങനെ തെള്ളിക്കറിയാനൊന്നും പറ്റത്തില്ല. കാരണം റെഡ് ബുള്ളിൽ 2005 ഫോം ആയപ്പം തൊട്ട് റെഡ് ബുള്ളിൽ ഒരു മേജർ റോളിലുണ്ടായിരുന്ന ഒരാളാണ് ഹെൽമറ്റ് മാർക്കോ. അതുമാത്രമല്ല റെഡ് ബുൾ ടീമിന്റെ അടിമുടി A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടിയാണ് ഹെൽമറ്റ് മാർക്കോ. അവരുടെ ഓരോ ഘട്ടങ്ങളിലെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ടീമിനെ മാനേജ് ചെയ്യാനൊക്കെ വളരെ വലിയൊരു റോള് വഹിച്ച ഒരാളാണ് ഹെൽമറ്റ് മാർക്കോ. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനമാണ് പുള്ളി റെഡ് ബുള്ള് വിട്ടത്. അപ്പോൾ ഇവരൊക്കെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഏതൊരത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ആയിരിക്കാം, ജസ്റ്റ് ഫാൻസിനെ ഒന്ന് ഹോപ്പ് ചെയ്ത് നിർത്താനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിന് ഒരു ബൂസ്റ്റ് കൊടുക്കാനും ഒരു പോസിറ്റിവിറ്റി കൊടുക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. മാക്സ് വെർസ്റ്റാപ്പൻ ടീമിലൊക്കെ വരുമ്പോൾ മേജർ റോളിലുള്ള ഒരാളാണ് ഹെൽമറ്റ് മാർക്കോ. അപ്പോൾ ഹെൽമറ്റ് മാർക്കോ ഇങ്ങനൊരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യും.